രഞ്ജിത്ത് മുൻഷി ലൈവിൽ കിടന്നങ്ങ് മെഴുകുന്നുണ്ട്. ആദ്യം അനീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് 2 ഡയലോഗൊക്കെ അടിച്ചു. അത് പിന്നെ കാര്യമുണ്ട്, പറഞ്ഞതിൽ അല്പം കാര്യമുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ അനുമോളുടെ അടുത്ത് ചെന്നിട്ട് അനുമോളെ ഒരു ചായ കിട്ടുമോ, അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ PR ഇല്ലാത്ത ചായ മതിയെന്ന്. ഇങ്ങേരെന്താ ഇടയ്ക്ക് ഇവിടുന്ന പോലെ PR ഇട്ട് ചായ കുടിച്ചിട്ടുണ്ടോ? തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടാണ് നമ്മൾ ചായ എടുക്കുന്നത്. എന്ത് വെളിഞ്ഞ കോമഡിയാടി. രഞ്ജിത്ത് വീട്ടിലേക്ക് തിരിച്ചു കയറിയത് ഒരു മത്സരാർത്ഥിയായിട്ടാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് സംശയമുണ്ട്. ഫിനാലെ എത്തുന്നതിന് മുന്നേ ഇവരെ ഇറക്കി വിടുന്ന ആരെങ്കിലുമൊക്കെ ആ രഞ്ജിത്തിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സമാധാനം കിട്ടും അവിടെയുള്ളവർക്ക്. ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം ഇയാളെ കയറി വന്നപ്പോൾ തന്നെ ക്യാമറയിൽ നോക്കി എന്തോ കുരുക്ഷേത്ര യുദ്ധം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചതാണ്. അങ്ങനെ ഒരു 2-3 ദിവസത്തേന് മാത്രമേ ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കയറിയപ്പോൾ എല്ലാവരുടെ അടുത്തും വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. കാറ്റുകുത്തിവിട്ട ബലൂൺ പോകുന്നത് പോലെ ഉടനെ തന്നെ പോകും, അതുറപ്പാണ്. ഇങ്ങനെ PR ചായ വേണോ അനുമോളെ എന്ന് ചോദിച്ച സമയത്ത് നൂറ അതിനൊരു തിരിച്ചടി കൊടുക്കുന്നുണ്ട്. നൂറ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റിയിട്ട് രഞ്ജിത്തേട്ടാ മീശയൊക്കെ അടിപൊളിയാണല്ലോ, ലുക്കായല്ലോ. അപ്പോൾ രഞ്ജിത്ത് ഒരു മാറ്റമൊക്കെ വേണ്ടേ. അപ്പോൾ നൂറ തിരിച്ച് ഇതും PR ആയിരിക്കുമല്ലേ എന്ന് സ്പോട്ടിൽ തന്നെ രഞ്ജിത്തിന് അതേ ഭാഷയിൽ തന്നെ തിരിച്ചും മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും കയറിയ വടി എല്ലാവരെയും അങ്ങ് വിഴുങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് ഓരോ ഡയലോഗ് അടിച്ചുകൊണ്ട് അവിടെ നടക്കുന്നത്. എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.